ആശാവർക്കർമാരെ സ്മൃതി അതിദരിദ്രരായിട്ടാണോ കൂട്ടുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ദാരിദ്ര്യം അനുഭവിക്കുന്ന അതിദരിദ്രരായിട്ട് അവരെയല്ലോ കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 5 ലക്ഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ അതിദരിദ്രോടല്ല, അതിദരിദ്രോടും ദരിദ്രോടും പ്രത്യേക അല്ലല്ല. ഇങ്ങനെ ഒരു മിനിറ്റ് സാങ്കേതികമായി ഞാൻ പറയണ്ട. ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ. കഷ്ടപ്പെടുന്നവരോട്, ബുദ്ധിമുട്ടുന്നവരോട്, ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരോടുള്ള സമീപനം, ആ സമീപനത്തെയാണ് പറഞ്ഞത്. അത് അതിദരിദ്രരല്ലാത്തത് കൊണ്ടാണോ ഞാൻ അവരോട് ആ സമീപനം എടുത്തെന്നാണോ സർക്കാർ പറയുന്നത്? സ്മൃതി പറഞ്ഞത് എന്താ? അതിദരിദ്രരോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ആശാ വർക്കർമാരാണ്. എന്റെ ചോദ്യം ഇതാണ്, ആശാ വർക്കർമാർ അതിദരിദ്രരാണോ? അല്ല, താങ്കളുടെ ചോദ്യം പൊട്ട ചോദ്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, വെറുതെ വായിൽ ആവശ്യമില്ലാത്ത തിരികണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, തൊഴിലാളികളോട് സമരം ചെയ്തവരോട് അവരെന്തിനാണ് സമരം ചെയ്തത്? അവർ ജീവിക്കാൻ ഗതിയില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ്. ജീവിക്കാൻ ഗതിയില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തതാണ്. നിങ്ങളുടെ നേട്ടങ്ങൾ ഞങ്ങൾ കൂടിയെടുത്ത എന്ത് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഇത്ര ചുരുക്കല്ലേ ഇതിന്? ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്കൊക്കെ ക്ലിയർ ആണ്. അങ്ങേക്ക് ക്ലാരിറ്റി ഇല്ല. അങ്ങേക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ക്ലാരിറ്റി വന്നു. ഇപ്പൊ പറഞ്ഞു ആശാ വർക്കർമാർ അതിദരിദ്രരല്ല. എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് അങ്ങേക്ക് അപ്പോഴും തൊഴിലാളികൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അവർ തൊഴിലാളികളാണോ? അവർ തൊഴിലാളികളുമല്ല. അവരെ തൊഴിലാളികളെ പ്രഖ്യാപിച്ചത് അവർ സ്കീം വർക്കേഴ്സ് ആണ്. തൊഴിലാളികളെ പ്രഖ്യാപിച്ചാൽ അവർ വേജ് ബോർഡിന്റെ പരിധിയിൽ 1000 രൂപ കൂട്ടാൻ പറ്റിയല്ലോ. സാങ്കേതികത്വം പറയാതിരിക്കും. നിങ്ങൾക്ക് കണക്കെടുപ്പിനും എല്ലാത്തിനും ഇവർ വേണം. അതുവഴി വലിയ നേട്ടമായി ടീച്ചർമാരും പ്രീ പ്രൈമറി ടീച്ചർമാരും പാചക തൊഴിലാളികളും എല്ലാവരും സ്കീം വർക്കേഴ്സിന്റെ ഭാഗമായി വരുന്നവരാണ്. അതുപോലെയാണ് ആശാ വർക്കർമാർ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ സ്കീമല്ലേ? സമീപനം എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ പറഞ്ഞിട്ടില്ല. എങ്ങനെയാ പറഞ്ഞത്? സ്കീമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രം അത് ചെയ്തോ? കേന്ദ്രം ഒടുവിൽ ചെയ്യാമെന്ന് സമ്മതിച്ചു JP നദ്ദ. 1500 രൂപ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നില്ലേ? നോക്കൂ, 15,000 വരെ, 13,000 മുതൽ 15,000 വരെ മാസം ഓണറേറിയം വാങ്ങുന്നവർ 21,000-ത്തിലധികമുണ്ട് എന്ന് പറഞ്ഞാൽ 85% ആശാ വർക്കർമാർ. ഞാൻ അതാണ് ആവർത്തിച്ച് ചോദിച്ചത്. ആശാ വർക്കർമാരെ അതിദാരിദ്ര്യത്തിന് പട്ടികയിൽപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരൊരു സ്കീമിൻ്റെ ഭാഗമാണ്. അതിദാരിദ്ര്യം എന്നുള്ള നിർവചനം എന്ന് പറയുന്നത് തന്നെ ഒരു സ്കീമിൻ്റെയും ഭാഗമല്ലാതിരിക്കുന്നവരെന്നുള്ളതാണ്.